കേരള സ്റ്റോറി അത് മികച്ച സിനിമ എന്ന രീതിയിൽ ദേശീയ പുരസ്കാരം നേടുന്നു. അതിൻ്റെ സംവിധായകൻ മികച്ച സംവിധായകനായി സുദീപ്തോ സെൻ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ഇതിപ്പോൾ ഉയർന്ന വിമർശനം ഈ കേരളത്തെക്കുറിച്ച് അവമതിപ്പുണ്ടാകുന്ന തരത്തിൽ, അതായത് ലവ് ജിഹാദ്, IS റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളിലാണ് ഈ കേരള സ്റ്റോറീസ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു മോശം പ്രതിച്ഛായ അല്ലെങ്കിൽ അത് കേരളത്തെ അപഹസിക്കുന്ന തരത്തിലുള്ളൊരു ചിത്രം അത് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം. പിണറായി വിജയൻ ആക്ഷേപിക്കുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ ആ ഒരു വിശ്വാസ്യത തന്നെ തകർക്കപ്പെട്ടു എന്ന തരത്തിലാണ്. എന്താ പറയാനുള്ളത്? ഈ പൊതുവെ അവാർഡ് പ്രഖ്യാപനങ്ങൾ വിവാദങ്ങൾ ഉയർത്താറുണ്ട് പൊതുവെ, എപ്പോഴും ഏത് സമയത്തും. എന്നാൽ അങ്ങനെ ചിന്തിച്ചാൽ വിവാദങ്ങൾ ഇല്ലാത്ത ഒരു അവാർഡ് നിർണ്ണയമാണ് ഇത്തവണ നടന്നിരിക്കുന്നത്. ആകെ ഈ അവാർഡ് നിർണ്ണയത്തെപ്പറ്റി ഉയരുന്ന ഒരു കാര്യം, ഒരു എതിർപ്പ് ഉയരുന്നത് ഈ കാര്യത്തിൽ മാത്രമാണ്. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് 2 അവാർഡുകളാണ് ലഭിച്ചത്. ഒന്ന് അതിൻ്റെ മികച്ച സംവിധായകൻ, പിന്നെ മികച്ച സിനിമാറ്റോഗ്രഫി. രണ്ടുപേരാൾ തന്നെ അതെ, അതാ പറഞ്ഞ രണ്ട് മേഖലയിലാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. രണ്ട് കാര്യത്തിലാണ് അവാർഡ്. അതിൻ്റെ സാങ്കേതികത്വത്തിലല്ല പ്രശ്നം. സാങ്കേതികത്വത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസം ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല. അവർ ഉന്നയിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ശരിയാണ്. ഈ ചലച്ചിത്രം നിർമ്മാണ പ്രക്രിയ മുതൽ പിന്നെ ചിത്രം പ്രദർശനത്തിൽ എത്തുന്നത് വരെ ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്ന് പോയിട്ടുള്ളതാണ്. 3 കോടതി, മദ്രാസ് ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ ചിത്രത്തിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം തള്ളപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ളത് വേറൊരു വിഷയം. പിന്നെ സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മധ്യപ്രദേശ് സർക്കാരും UP സർക്കാരും ഈ സിനിമ ടാക്സ് ഫ്രീ ആക്കിയിരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലും ശക്തമായ എതിർപ്പ് മൂലം ഈ സിനിമ ഉദ്ദേശിച്ചതുപോലെ ക്ലിക്ക് ചെയ്തിട്ടുമില്ല. അവർ അങ്ങനെയാണ് പ്രദർശനം പൊതുവേ അങ്ങനെയാണ് അതിനെപ്പറ്റി. പിന്നെ ഒടുവിൽ ബംഗാളും ഈ ചിത്രം വിലക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയായിരുന്നു. ഇങ്ങനെയാണ് ഈ സിനിമയെപ്പറ്റി പൊതുവായി പറയാനുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായും അവാർഡ് പ്രഖ്യാപിച്ച ഇവിടെ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള പ്രതികരണം. പൊതുവേ നമ്മുടെ ഒരു സാംസ്കാരിക രംഗമെന്ന് പറയുന്നത് ഇടത് ബുദ്ധിജീവികളുടെ ഒരു വിഹാരഭൂമിയാണല്ലോ ഈ നമ്മുടെ സാംസ്കാരിക രംഗമെന്ന് പറയുന്നത്. അവർ എല്ലാവരും അതേപോലെ അതിശക്തമായിട്ട് അതിനെ എതിർത്തിട്ടുണ്ട്. അതൊരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനെപ്പറ്റി ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പിന്നെ നിലനിൽക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ, അല്ലെങ്കിൽ അപകടകരമായ ഒരു കാര്യത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന ഒരു വസ്തുതയാണ് ഈ സിനിമയുടെ മെറിറ്റ് അല്ലെങ്കിൽ സിനിമയെ പ്രഘോഷിക്കുന്നവർ പറയുന്നത്. അപകടകരമായ കാര്യമെന്ന് പറയുന്നത് ഈ വ്യാപകമായി ഒരു പരാതി ഉണ്ടായിരുന്നു. ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്നും പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പെൺകുട്ടികളടക്കമുള്ളവരെ IS റിക്രൂട്ട്മെൻറ്റ്, ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റുമാരായിട്ട് മാറ്റുന്ന അവസ്ഥ, അവർ തിരിച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന അവസ്ഥ, അങ്ങനെ ഇവർ പോകുന്ന പലരെ പറ്റിയും ഉള്ള കൃത്യമായ വിവരങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ, ഇതൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. കുറേ കാലമായിട്ട് കുറേ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. അതിൻ്റെ അപകടം, അല്ലെങ്കിൽ അത് എത്ര അപകടകരമായ വസ്തുതയാണെന്ന് പല കേന്ദ്രങ്ങളിൽ നിന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെളിവുകൾ നമ്മുടെ പിന്നെ വിദേശ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വസ്തുത. നമ്മുടെ നാട്ടിലുണ്ട് ഈ ലവ് ജിഹാദിനെ പറ്റി പുറപ്പെട്ടിരുന്ന കാര്യങ്ങൾ ശരിയാണ്. കോടതി ആ അർത്ഥത്തിൽ അതിനെപ്പറ്റി അതിനെതിരെ തടഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പക്ഷേ ഇവിടെ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറയുന്നത് കേവലമായി പിന്നെ ഒരു ഹിന്ദുത്വ എന്ന് ആരോപിക്കുന്ന ശക്തികൾ മാത്രമല്ലല്ലോ. ലവ് ജിഹാദിനെ പറ്റി ഏറ്റവും കടുത്ത ആരോപണം ഉന്നയിച്ചത് ഇവിടുത്തെ ക്രൈസ്തവ സഭയാണ്. ലവ് ജിഹാദിനെ പറ്റി ഏറ്റവും കൃത്യമായ ഒരു ആരോപണം വളരെ ശക്തമായ തലത്തിൽ സഭാതലത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉന്നയിക്കപ്പെട്ടിരുന്നു. രാഷ്ട്രീയ അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇതിനെപ്പറ്റി. ഇതൊന്നുമല്ലാതെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുമൊക്കെ പോയ ആളുകളെ പറ്റി വിവരമില്ലാതിരിക്കുകയും അത് അങ്ങനെ വർദ്ധിച്ച് വന്ന് ഏറ്റവും ഒടുവിൽ ഈ നമ്മളിപ്പോൾ ഈ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ആളിൻ്റെ വരെ എത്തി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അതെ, അതിനകത്ത് വരെ നമ്മൾ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ അതവിടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയമാണ്. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് ഈ ചിത്രത്തിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇതിനെ എതിർക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് തുറന്നു കാട്ടപ്പെടുകയും പിന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഇമേജ് മോശമായി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ സിനിമകൾ പൊതുവെ ഏതെങ്കിലും ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ കുറേ കൂടി അതിഭാവുകത്തോടെ അവതരിപ്പിച്ചാണ്, സിനിമയെന്ന ആത്യന്തികമായിട്ട് ലാഭമാണല്ലോ പ്രതീക്ഷിക്കുന്നത്, അപ്പോൾ കുറേ കൂടി അതിഭാവുകത്വം കാണിച്ചാണ് ചിത്രീകരിക്കപ്പെടുക. അത് മറ്റ് കാര്യങ്ങളിൽ അത് കോംപ്രമൈസ് ചെയ്യപ്പെടുമ്പോൾ ഈ ഒരു വിഷയം എടുത്തതിൽ മാത്രം അത് വിമർശിക്കപ്പെടുകയാണ്. അവിടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളില്ല,
ഈ സിനിമ മൊത്തത്തിൽ അതങ്ങ് വേണ്ട, ഒഴിവാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നിലപാടെടുക്കും. സിനിമയുടെ സാങ്കേതിക മികവ് പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. സിനിമാറ്റോഗ്രാഫിക്ക് അവാർഡ് കിട്ടിയപ്പോൾ അതിലൊരു സാങ്കേതികത്വത്തിൻ്റെ മികവ് കൂടി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ അതുപോലും ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഈ 2 ശ്രദ്ധേയരായ ആൾക്കാർക്ക് അവാർഡ് കിട്ടിയതവണ. ഇപ്പോൾ വിജയരാഘവനും ഉർവശിയുമാണ്. വിജയരാഘവൻ വളരെ ഏറ്റവും ശക്തനായ ഒരു നടനാണ്, അധികം അംഗീകരിക്കപ്പെടാത്തൊരു നടൻ. അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം മികച്ച ഒരു അഭിനേതാവാണ്. ഒരുപാട് കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയിട്ടുള്ള മികച്ച ഒരു അഭിനേതാവാണ്. അദ്ദേഹത്തിന് അവാർഡ്. അതുപോലെ തന്നെയാണ് ഉർവശി ഏറ്റവും മികച്ച ഇന്ത്യയിലുള്ള ഏത് നടിയോട് കിടപിടിക്കാൻ തക്ക അഭിനയശേഷിയുള്ള നടിയാണ്. അതുപോലും വേണ്ട വിധത്തിൽ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ വെൽക്കം ചെയ്യപ്പെടും, സ്വാഗതം ചെയ്യപ്പെടുന്നില്ല. അതിലേക്ക് ശ്രദ്ധ തിരിയുന്നില്ല. ഏത് കേരള സ്റ്റോറിയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വിട്ടുകൊണ്ട് കേരളത്തിൽ ലഭിച്ച മറ്റ് അംഗീകാരങ്ങളെപ്പറ്റി പരാമർശിക്കാൻ പോലും തയ്യാറാകുന്നുമില്ല എന്നുള്ളതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ. ശരിയാണ്, ചലച്ചിത്രത്തിൽ ഈ അതിഭാവുകത്വം, നമ്മളിപ്പം യഥാർത്ഥ സംഭവങ്ങളെ എടുത്ത് കാണിക്കുന്ന ഡോക്യുമെൻ്ററി ആണല്ലോ. അതിനെ നമുക്ക് ചലച്ചിത്രങ്ങളുടെ ജനറൽ വിഭാഗത്തിൽ പെടുത്താൻ കഴിയുകയില്ലല്ലോ. ഡോക്യുമെൻ്ററി അല്ലേ ഇത് എന്ന് പറയുന്നത്. ഏത് സംഭവങ്ങളെ പറ്റിയായാലും അത് കലാസൃഷ്ടിയായാലും സിനിമയായാലും നോവലായാലും കഥയായാലും കവിതയായാലും ഒക്കെ അതിനകത്ത് അതിൻ്റെതായ ഒരു ഭാവങ്ങൾ ചേർന്നുകൊണ്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് കരുതാം. അതിഭാവുകത്വം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് പിന്നെ ഇരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്ന് നിൽക്കുന്ന സംഭവങ്ങൾ അത് ഉണ്ടായിരിക്കും. പക്ഷേ ഈ അവർ അവകാശപ്പെടുന്ന പോലെ ഒരിക്കലും ആരും കാണിക്കരുത്, അത് നിരോധിക്കപ്പെടേണ്ട ഒരു ചിത്രമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന ചില പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കുക എന്നത് മാത്രമല്ല ഇവിടെ ചെയ്യുന്നുള്ളൂ. സമൂഹത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പുഴുക്കുത്തുകൾ എന്ന് പറയുന്നത് അത് വസ്തുതയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ മറ്റാളുകളും അടങ്ങുള്ള മറ്റ് മതസ്ഥരും അടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ മുറിവേൽപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ്. നമുക്ക് ഇപ്പോഴും വിവരം കിട്ടാത്ത ആളുകളുണ്ട്. ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന് പുറത്തേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ലഭിക്കാത്ത അല്ലെങ്കിൽ വിവരം ലഭിക്കാത്ത ആളുകൾ എത്രയോ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരു യാഥാർത്ഥ്യമായി അതല്ല, ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു പൊളിറ്റിക്സ് ഉണ്ട്. കൃത്യമായ പൊളിറ്റിക്സ്, അതായത് ഒരു മതവിഭാഗത്തെ വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കരുത്, അല്ലെങ്കിൽ അത്തരം അവരെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഒരു വോട്ട് ബാങ്ക് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. വാസ്തവത്തിൽ അത് തന്നെയല്ലേ ഇതിൻ്റെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു വോട്ട് ബാങ്കുണ്ട് എന്തെങ്കിലും. കാരണം അത് ന്യൂനപക്ഷങ്ങളിൽ അരക്ഷിതാവസ്ഥ വളർത്തി അവരെ ഒരു പ്രത്യേക സെഗ്മെൻ്റാക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായും ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അരക്ഷിത ബോധം, സുരക്ഷിതത്വം ഇല്ലായ്മ ഇതുണ്ടെങ്കിൽ മാത്രമേ അവരെ ഒരുമിപ്പിച്ച് നിർത്തി തങ്ങളുടെ പക്ഷത്തേക്കാക്കാൻ കഴിയൂ എന്നൊരു ചിന്തയുണ്ട്. അത് ഇവിടെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെ തമ്മിൽ കണ്ടാൽ അല്ലെങ്കിൽ ഇഷ്യൂസ് ഒരുപാടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ തന്നെ ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില കാര്യങ്ങൾ. നമ്മൾ തിരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി കണ്ടതാണല്ലോ. നമ്മൾ നേരത്തെയും പല വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടൊരു വിഷയമാണ് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സമൂഹത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഫ്രണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേറൊരു ഫ്രണ്ടും അവരെ ഫ്രണ്ടാക്കിക്കൊണ്ട് ഈ വിജയം കൊയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ ഇതിലൂടെ ഈ സിനിമ സ്റ്റോറിയിലൂടെ കേരള സ്റ്റോറിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് കേരളത്തിൽ മൊത്തം സിനിമാ മേഖല നിയന്ത്രിക്കപ്പെടുന്നത് ഇപ്പോൾ കമൽ, രഞ്ജിത്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പ്രേംകുമാർ, അമ്മയുടെ സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ അമ്മയുടെ തലപ്പത്തുണ്ടായിരുന്ന ഒരു ഇടതുപക്ഷ MP ആയിരുന്നു ഇന്നസെൻ്റ്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ ഇടത് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, സിനിമാ മേഖല മൊത്തത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ, ഇപ്പോൾ ഇത് പറയപ്പെടുന്ന രീതിയിൽ സംഘപരിവാർ അജണ്ട ഉണ്ടെങ്കിൽ അതിനെ വിമർശിക്കാനുള്ള അർഹതയുണ്ടോ? അല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത് കേവലമായ ഒരു രാഷ്ട്രീയം മാത്രമല്ല, അതിനപ്പുറമുള്ള അധോലോക സാമ്രാജ്യമുണ്ട്. സിനിമാ മേഖലയെ ഭരിക്കുന്ന കള്ളപ്പണത്തിൻ്റെയും അതടങ്ങുന്ന ഒരു ലോബിയുണ്ട്. ആ ലോബിയുടെ സഹായത്തോടു കൂടിയാണ് സിനിമാ മേഖലയിൽ ഈ പല അനാശാസ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടും ഇതാണ്. അത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക ബൗദ്ധിക മണ്ഡലത്തിൽ എന്ന് പറയുന്നത് അവരുടെ കുത്തകാവകാശം ചിലർക്ക് മാത്രമാണെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ്. അതിനെതിരായി വരുന്ന ഏത് കാര്യങ്ങളെയും അല്ലെങ്കിൽ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്ന എതിരായ അഭിപ്രായം പറയുന്ന ഏതൊരു സമൂഹത്തെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ പുരോഗമന പക്ഷത്തു നിന്ന് മാറ്റി നിർത്തുക എന്നൊരു നടപടി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലതിനെയൊക്കെ അപലപിക്കുക, ചില കൃഷ്ണങ്ങളെ അപലപിക്കുക, സെലക്റ്റീവ് ആകുക. അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണിത്. ഏതായാലും മുഖ്യമന്ത്രി വരെ ഇടപെട്ട് നടത്തിയിരിക്കുന്ന ഈ കേരള സ്റ്റോറി വിവാദം